നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ശബരിമല യുവതീ പ്രവേശനത്തിൽ CPIM-ന് യു ടേൺ. ആചാരത്തിലും പരിഷ്കാരത്തിലും അറിവുള്ളവരുമായി സംസാരിച്ച് നിലപാട് സ്വീകരിക്കണമെന്ന സമീപനമാകും സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിലാണ് സർക്കാർ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന സമീപനം തിരുത്തുന്നത്. യുവതീ പ്രവേശന വിധിയെ അനുകൂലിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റുപോയ അനുഭവത്തിൽ നിന്നാണ് CPIM നിലപാട് മാറ്റുന്നത്. ഹിന്ദുമത വിശ്വാസത്തിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അഴിമതിരഹിതരായ സാമൂഹ്യ പരിഷ്കർത്താക്കളും അടങ്ങുന്ന കമ്മീഷൻ നിയോഗിച്ച് അവരുടെ അഭിപ്രായം കേട്ട് തീരുമാനമെടുക്കണമെന്ന് നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. അതേ നിലപാട് തന്നെയായിരിക്കും നാളെ സുപ്രീം കോടതിയെ അറിയിക്കുക. ഇന്നത്തെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഫിഡവിറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത കാര്യം അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൂടി ചർച്ച ചെയ്യുമ്പോൾ പരിഗണിക്കുക. അത്രയേ ഉള്ളൂ. യുവതീ പ്രവേശനത്തെ തീർത്തും എതിർക്കുന്ന നിലപാട് ഇടത് സർക്കാരിന് എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത്. യുവതീ പ്രവേശനം വേണോ വേണ്ടയോ എന്നല്ല സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നതെന്നാണ് പാർട്ടിയുടെ ന്യായീകരണം. 7 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. ആ 7 ചോദ്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ പ്രവേശനം വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമില്ല. ജനഹിതം മനസ്സിലാക്കിയിട്ടാണ് സർക്കാർ യൂട്ടേൺ അടിച്ചതെന്നും സർക്കാരിന് ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുമെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിലാണ് ഇത് മാറ്റുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ അത് തിരിച്ചടിയാകുമെന്നും ഭയന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷെ തീരുമാനം നല്ലതാണ്, നേരത്തെ എടുക്കേണ്ടിയിരുന്ന തീരുമാനമാണ്. ഈ കുഴപ്പം മുഴുവനൊന്നും ഉണ്ടാവില്ലായിരുന്നു. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ തീരുമാനങ്ങൾ. ഇടുക്കി ജില്ലയിലെ പട്ടയഭൂമിയിൽ നിർമ്മാണ നിരോധനം നീക്കാൻ സർക്കാർ തീരുമാനമായി. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനുള്ള ധനസഹായം 10 നിന്ന് 14 ലക്ഷമായി വർദ്ധിപ്പിച്ചു. നാളെ വൈകുന്നേരം 7 മണിക്ക് മന്ത്രിസഭായോഗം വീണ്ടും ചേരുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി ജില്ലയിൽ ഭൂമി വിനിയോഗിക്കുന്നതിനുള്ള കേരള ഭൂമി പതിവ് ചട്ടത്തിന് അനുമതി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പട്ടയഭൂമിയിൽ വീട് നിർമ്മിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും പുറമെ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനുള്ള അനുമതി നൽകുന്നതിനാണ് തീരുമാനമായത്. ഇതോടെ പതിച്ചുകൊടുത്ത ഭൂമിയിൽ വീട് മാത്രമല്ല മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പട്ടയുടമകൾക്ക് സാധിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനുള്ള ധനസഹായ തുകയും വർദ്ധിപ്പിച്ചു. 14 ലക്ഷം രൂപയായാണ് സഹായത്തുക ഉയർത്തിയിരിക്കുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കൊല്ലപ്പെടുന്ന ഒരാളുടെ കുടുംബത്തിന് നിലവിൽ ലഭിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. തിരുവോരത്ത് കഴിയുന്ന കുട്ടികളുടെ പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കാനും KSRTC ജീവനക്കാർക്ക് 2 മാസത്തെ DA ഗഡു നൽകാനും തീരുമാനമായി. നാളെ വൈകിട്ട് 7 മണിക്ക് മന്ത്രിസഭാ യോഗം വീണ്ടും ചേരും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ചൊവ്വാഴ്ച മധ്യസ്ഥ ചർച്ചയ്ക്ക് നിർദ്ദേശം നൽകി. ചർച്ച പൂർത്തിയാകുന്നതുവരെ സമരം പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. 479 ആശുപത്രികളിൽ മാനേജ്മെന്റുമായി UNA ധാരണയിലെത്തി. 11 ആശുപത്രികളിൽ ആണ് നിലവിൽ സമരം തുടരുന്നത്. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷനും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനും ചൊവ്വാഴ്ച ഹൈക്കോടതി മീഡിയേഷൻ സെന്ററിൽ ചർച്ച നടത്തണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ചർച്ച പൂർത്തിയാകുന്നതുവരെ നഴ്സുമാർ സമരം ചെയ്യാൻ പാടില്ലെന്നും ഉടൻ തന്നെ എല്ലാവരും ജോലിയിൽ പ്രവേശിക്കണമെന്നും കോടതി കർശനമായി നിർദ്ദേശിച്ചു. അതിനിടെ ശമ്പള വർധന ആവശ്യപ്പെട്ട് 5 ദിവസമായി തുടരുന്ന സമരം വിജയത്തിലേക്ക് എത്തുകയാണ്. UNAക്ക് സ്വാധീനമുള്ള സംസ്ഥാനത്തെ 490 ആശുപത്രികളിൽ 21 ആശുപത്രികളിൽ മാത്രമാണ് നിലവിൽ സമരം തുടരുന്നത്. കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ആശുപത്രിയിലും കോർപ്പറേറ്റ് പങ്കാളിത്തമുള്ള ആശുപത്രികളിലുമാണ് സമരം. തുടർ ചർച്ചകൾ ഫലം കാണുമെന്നാണ് പ്രതീക്ഷയെന്ന് UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ പ്രതികരിച്ചു. മെജോറിറ്റി ആശുപത്രികളും ഏകദേശം 90% 80% ആശുപത്രികളും ഞങ്ങളുമായി ധാരണയിലെത്തിയിട്ടുണ്ട്. വൻകിട കോർപ്പറേറ്റ് കമ്പനികളാണ് ഇപ്പോഴും ഒപ്പിടാത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആസ്റ്റർ ഗ്രൂപ്പ് പോലെ, ബ്ലാക്ക് സ്റ്റോണിന്റെ ആസ്റ്റർ ഗ്രൂപ്പ് പോലെ, KKRന്റെ BMH പോലുള്ള, ലേക്ക് ഷോർ ആശുപത്രി പോലുള്ള ഇത്തരം ആശുപത്രികളാണ് യഥാർത്ഥത്തിൽ കരാർ ഒപ്പിടാതെ ഇപ്പോഴും സമരം തുടരുന്നത്. അതേസമയം കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ നഴ്സുമാർ ശവപ്പെട്ടിയിൽ കിടന്ന് പ്രതിഷേധിച്ചു. നഴ്സുമാർ ഇന്ന് ജോലിക്ക് കയറിയില്ലെങ്കിൽ പുതിയ നിയമനം നടത്തുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. 24 കൊച്ചി. രാജ്യത്തെ LPG ഉൽപാദനം 30% വർദ്ധിച്ചതായി പെട്രോളിയം മന്ത്രാലയം. LPG പ്രതിസന്ധി നേരിടുന്നവർ PNGയിലേക്ക് മാറണമെന്നും നിർദ്ദേശം. കരിഞ്ചന്തക്കാർക്കെതിരെ കർക്കശ നടപടിയെടുക്കുമെന്നും പെട്രോളിയം മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇന്ധന പ്രതിസന്ധിയിൽ പാർലമെന്റിൽ പ്രതിപക്ഷം ഇന്നും പ്രതിഷേധിച്ചു. പെട്രോൾ ഡീസൽ ഉത്പാദനത്തിൽ രാജ്യം സ്വയം പര്യാപ്തമെന്നും മുഴുവൻ ശുദ്ധീകരണശാലകളും 100% ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ആശങ്കയെ തുടർന്നുള്ള ബുക്കിംഗ്. പ്രകൃതിവാതകത്തിന്റെ വിതരണം തടസ്സമില്ലാതെ തുടരുന്നു. LPG പ്രതിസന്ധി നേരിടുന്നവർ
പൈപ്പ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനിലേക്ക് മാറണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. नेचुरल गैस ऑर्डर 9 मार्च 2026 को जो इशू हुआ था कंट्रोल ऑर्डर, उसमें कई सेक्टर्स को प्रायोरिटाइज किया गया है और उसी ऑर्डर के क्रम में पीएनजी डोमेस्टिक सप्लाई और सीएनजी को बिना किसी कट के पीएनजी सप्लाई इंश्योर की जा रही है और इस स्थिति में पैनिक की कोई आवश्यकता नहीं है. രാജ്യത്തെ LPGയുടെ ആഭ്യന്തര ഉൽപ്പാദനം 30% വർദ്ധിച്ചു. 48,000 കിലോ ലിറ്റർ അധിക മണ്ണെണ്ണ വിതരണം ചെയ്തു. കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനുമെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഗൾഫ് ഓഫ് ഒമാനിൽ നിന്നും ജയപ്രകാശ് എന്ന ഓയിൽ ടാങ്കർ മുന്നോട്ട് നീങ്ങിയതായും മേഖലയിലെ ഇന്ത്യൻ നാവികരുടെയും കപ്പലുകളുടെയും സുരക്ഷ ഉറപ്പാക്കുമെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. LPG പ്രതിസന്ധി ലഘൂകരിക്കാൻ മണ്ണെണ്ണ, ബയോമാസ്, കൽക്കരി എന്നീ ബദൽ മാർഗങ്ങൾ സജീവമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകി. ക്രൂഡ് ഓയിൽ വിതരണം നിർത്തുമെന്ന വാർത്തകൾ തെറ്റെന്ന് ഭാരത് പെട്രോളിയം അറിയിച്ചു. LPG പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് ഇന്നും തടസ്സപ്പെട്ടു. 24 ഡൽഹി. LPG പ്രതിസന്ധിയെ മറികടക്കാൻ ചില മാർഗങ്ങൾ തേടുകയാണ് ജനങ്ങൾ. ഇതിനിടയിൽ തിരുവനന്തപുരം ചാലയിൽ ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ച സംഭവമുണ്ടായി. വടക്കൻ ജില്ലകളിലേക്ക് സിലിണ്ടർ എത്തിക്കുന്ന മലപ്പുറം ചേളാരി IOC പ്ലാന്റിൽ തുടർച്ചയായ 4ാം ദിവസവും വാണിജ്യ സിലിണ്ടറിൽ ഗ്യാസ് നിറയ്ക്കുന്നത് മുടങ്ങി. ആവശ്യക്കാർ കുറച്ച് കൂടി വരുന്നുണ്ട്. അതായത് ഇവിടെ ഗ്യാസിൻ്റെ ക്ഷാമം കൊണ്ട് അല്പം സ്വല്പം കൂടി വരുന്നുണ്ട്. ഹോട്ടലുകളൊക്കെ ചില ഗ്യാസ് ബന്ധായതുകൊണ്ട് വരുന്നുണ്ട്. ഒരു ടണ്ണിന് ഇപ്പോൾ ശരാശരി വരികയാണെങ്കിൽ ഒരു 4 ഉറുപ്പിൻ്റെ അടുത്തൊക്കെ വരും. ഗ്യാസ് സിലിണ്ടർ കിട്ടാതായപ്പോൾ വിറകിന് വില കുതിക്കുകയാണ്. ഇപ്പോൾ വിറകിനായുള്ള പരക്കം പാച്ചിൽ. ചിലയിടത്ത് ഹോട്ടലുകളിൽ സിലിണ്ടറിന് പകരം ദിവസങ്ങൾക്ക് മുമ്പേ വിറകടുപ്പ് കൂട്ടി. ഗ്യാസ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നേരത്തെ ഇരുന്ന സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. പുതിയ ഏജൻസി സംസാരിച്ചപ്പോഴത്തേക്കും അവർക്ക് ഗ്യാസ് കിട്ടാനൊരു മാർഗ്ഗമില്ലെന്നുള്ളതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കഴിഞ്ഞ 2 വർഷമായി വിറകടുപ്പാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കടുക് വറക്കാനും ചായയ്ക്കും ഒക്കെ വേണ്ടി മാത്രമേ ഗ്യാസ് ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ സിലിണ്ടർ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ചെറുകടകളിൽ കടുത്ത പ്രതിസന്ധി. കോഴിക്കോട് നഗരത്തിന് സമീപമുള്ള ദമ്പതികളുടെ പ്രതികരണം ഇത് വ്യക്തമാക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇന്നും കൂടി തുറക്കാനുള്ള ഗ്യാസേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ മുതൽക്ക് കട ലീവായിരിക്കും. 2-3 ദിവസമായി ഗ്യാസിന് നോക്കുന്നു, ഇതുവരെ ഗ്യാസ് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫാണ്. ഗ്യാസുകാരൻ്റെ ഫോൺ തന്നെ സ്വിച്ച് ഓഫാണ്. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നും കൂടി ഉണ്ടാവുള്ളൂ കട കഴിഞ്ഞ് പൂട്ടുക. തിരുവനന്തപുരത്തെ കോഫി ഹൗസിൽ മസാല ദോശ വരെ നിർത്തി. ഗ്യാസിന്റെ ഏറ്റവും വലിയ അഭാവമാണ് എല്ലാ കോഫി ഹൗസിലും. ഈ കോഫി ഹൗസ് എല്ലാ തമ്പാന്റെ കോഫി ഹൗസ് എല്ലാ കോഫി ഹൗസുകളിലും നമ്മളെല്ലാ മെനുവും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അടുപ്പത്ത് വേവുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. പ്രതിസന്ധിയിൽ ആശങ്ക വേണ്ടെന്ന് ഉപഭോക്താക്കളോട് മന്ത്രി GR അനിൽ. ഗാർഹികേതര ഉപഭോക്താക്കൾക്കുള്ള അലോട്ട്മെന്റ് ഒരു മുൻഗണന നിശ്ചയിക്കാൻ, ആ മുൻഗണനയിൽ ഏറ്റവും പ്രയോറിറ്റി വരുന്നതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കാനും ആ നിലയിൽ വിതരണത്തിൽ ക്രമീകരിക്കാനുമാണ് ഇന്നലത്തെ യോഗം തീരുമാനിച്ചത്. ഇതിനിടെ തിരുവനന്തപുരം ചാലയിൽ ഹോട്ടലിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ മോഷണം പോയി. പാചകവാതകം കിട്ടാതായപ്പോൾ പകരം സംവിധാനമായി ഇൻഡക്ഷൻ കുക്കറും വാട്ടർ ഹീറ്ററും വാങ്ങുന്നവരേറെയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഇറാഖിൽ തകർന്നു വീണ US വിമാനത്തിലെ 6 സൈനികരും കൊല്ലപ്പെട്ടു. US സെൻട്രൽ കമാൻഡാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പടിഞ്ഞാറൻ ഇറാഖിലാണ് അമേരിക്കൻ വ്യോമസേനയുടെ KC-135 എന്ന ഇന്ധനം നിറയ്ക്കുന്ന വിമാനം തകർന്നു വീണത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. വോട്ടുത്സവം. കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാവ് K. സുധാകരൻ ഇടഞ്ഞു തന്നെ. സ്ഥാനാർത്ഥിത്വം ഉറപ്പു നൽകിയാൽ മാത്രം ഡൽഹിയിലേക്ക് പോകും എന്നാണ് K. സുധാകരന്റെ നിലപാട്. വിഷയത്തിൽ ഹൈക്കമാൻഡ് നേതൃത്വം അനന്ത നീക്കം തുടരുകയാണ്. K. സുധാകരനുമായി സംസാരിച്ചുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നുമാണ് സുധാകരൻ പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ അതൃപ്തി അറിയിച്ച K. സുധാകരൻ നാട്ടിലേക്ക് മടങ്ങിയതിനു പിന്നാലെ അനുനയ നീക്കവുമായി ഹൈക്കമാൻഡ് തന്നെ രംഗത്തെത്തി. സുധാകരനുമായി രാഹുൽ ഗാന്ധി സംസാരിക്കുമെന്നും തിങ്കളാഴ്ച ഡൽഹിയിൽ എത്തണമെന്നുമായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറപ്പു ലഭിക്കാതെ ഡൽഹിയിലേക്കില്ലെന്ന നിലപാടിലാണ് K. സുധാകരൻ.
സുധാകരനുമായി സംസാരിച്ചുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് തനിക്കറിയില്ലെന്നാണ് അദ്ദേഹം മറുപടി നൽകിയതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്കുള്ള കാര്യം. അത് അദ്ദേഹം അന്വേഷിക്കാമെന്നാണ് പറയുന്നത്. MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സമയമുണ്ടല്ലോ, ഇലക്ഷൻ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കെ സുധാകരന് വേണ്ടി തൊടുപുഴ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. രാഹുൽ ഗാന്ധി നേരത്തെ സുധാകരനെ പ്രകീർത്തിച്ച വാചകങ്ങൾ ഉൾപ്പെടെയാണ് പോസ്റ്ററിലുള്ളത്. അതിനിടെ ഡൽഹിയിലെത്തിയ നേതാക്കൾ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. 24 ഡൽഹി. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി മോഹികളായവരെ വിമർശിച്ച് പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് വെട്ടൂർ ജ്യോതിപ്രസാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. KSC യൂണിറ്റ് പ്രസിഡന്റായാൽ അടുത്ത നോട്ടം MLA പോസ്റ്റ് എന്നാണ് വിമർശനം. ദീപസ്തംഭ മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന് കരുതുന്നവരും പാർട്ടിക്കുള്ളിലുണ്ട്. എത്രയായാലും പഠിക്കില്ല എന്ന കുറെ നേതാക്കളുടെ പ്രവർത്തനം കാണുമ്പോൾ വേദന തോന്നുന്നുവെന്നും വെട്ടൂർ ജ്യോതിപ്രസാദിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മണ്ഡലത്തിൽ സജീവമാകാൻ മുൻ മന്ത്രി G. സുധാകരൻ സഹോദരനും രക്തസാക്ഷിയുമായ G. ഭുവനേശ്വരന്റെ പേരിലുള്ള ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ താൻ ഒരു വാക്കും പറഞ്ഞിട്ടില്ലെന്ന് G. സുധാകരൻ പ്രതികരിച്ചു. സഹോദരനായ G. ഭുവനേശ്വരനെ കുറിച്ച് ആരും ഒന്നും പറയേണ്ടെന്നും അത് തന്റെ കുടുംബത്തിന്റെ കാര്യമാണെന്നും G. സുധാകരൻ പറഞ്ഞു. സൈബർ സേനയില്ല, ഞാൻ ആരെ കൊണ്ടും ആരെയും ഇന്ന് വരെ ചീത്ത വിളിപ്പിച്ചിട്ടില്ല. എനിക്ക് ആ പരിപാടിയേ ഇല്ല. സൈബർ സേനയുള്ളവർ അവരാക്ഷേപിക്കപ്പെടും. പിന്നെ രാഷ്ട്രീയത്തിൽ ഈ സൈബർ എന്നൊക്കെ പറയുന്ന ഈ ഇടങ്ങളിൽ ആക്ഷേപത്തിന് വിധേയരാവാത്ത ആരാ ഉള്ളത്? ഭുവനേശ്വരൻ്റെ കാര്യമൊന്നും ആരും സംസാരിക്കണ്ട. അതിന് അർഹതയുള്ളത് എനിക്കാണ്, എൻ്റെ കുടുംബത്തിനാണ്. പിന്നെ അവൻ്റെ രക്തസാക്ഷിയായത് ഈ പാർട്ടിയാണ്, ആ പാർട്ടിയുടെ നല്ലവർക്കാണ്. കേരള ബാക്കിയൊന്നും ഇവിടെ പരാമർശ വിധേയമല്ല. പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ G. സുധാകരനോട് ഇനി അനുനയമില്ലെന്ന് CPIM. G. സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയെന്നും ഇനി എന്തിന് അനുനയിപ്പിക്കണമെന്നുമാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. ആയിരക്കണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് അമ്പലപ്പുഴയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിലേക്ക് കടക്കാനാണ് CPIMന്റെ തീരുമാനം. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ജനമനസ്സറിയാൻ 24 ഡിജിറ്റൽ സർവേ. തെരഞ്ഞെടുപ്പിൽ ആര് വീഴും ആര് വാഴും ജനമനമറിയാൻ 24 നടത്തുന്ന അഭിപ്രായ സർവേയിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പങ്കെടുക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുമ്പോൾ ജനമനസ്സറിയുകയാണ് 24 ഡിജിറ്റൽ സർവേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങളും വിവാദ വിഷയങ്ങളിൽ ജനങ്ങളുടെ നിലപാടുകളും രേഖപ്പെടുത്തുകയാണ് അഭിപ്രായ സർവേയിലൂടെ 24. കേരളത്തിൽ ഭരണത്തിലെത്തുക ഏത് മുന്നണി? ആരാകും അടുത്ത മുഖ്യമന്ത്രി? സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ളയും ആരോഗ്യരംഗത്തെ വിവാദങ്ങളും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ജനങ്ങളുടെ നിലപാടറിയുകയാണ് സർവേയിലൂടെ. വോട്ടേഴ്സ് ആർക്കൊപ്പം നിൽക്കും? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂഡ് ട്രാക്കർ 24ന്റെ ഡിജിറ്റൽ സർവേ. സർവേയിൽ പങ്കെടുക്കാൻ QR കോഡ് സ്കാൻ ചെയ്യാം. മെഗാ ഡിജിറ്റൽ പോളിൽ പങ്കാളിയാകാം. ന്യൂസ് ഡെസ്ക് 24. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദിന് മഹാരാഷ്ട്രീയൻ ഓഫ് ദി ഇയർ ബിസിനസ് ഭൂഷൺ അവാർഡ് സമ്മാനിച്ചു. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നടന്ന ചടങ്ങിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ചേർന്നാണ് പുരസ്കാരം സമർപ്പിച്ചത്. ഇന്ത്യൻ റീറ്റെയിൽ ജ്വല്ലറിയെ ആഗോളതലത്തിൽ വലിയ വളർച്ചയിലേക്ക് നയിച്ചത് പരിഗണിച്ചാണ് MP അഹമ്മദിനെ അവാർഡിനായി തെരഞ്ഞെടുത്തത്. പുരസ്കാരം മലബാർ കുടുംബത്തിന്റെ കൂട്ടായ സമർപ്പണത്തിനുള്ള അംഗീകാരമെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. लोकमत महाराष्ट्रीयन ऑफ द इयर 2026 बिझनेस अवॉर्ड चे हकदार आहेत श्री MP अहमद, चेअरमॅन मलबार ग्रुप. नमस्कार. Thank you for all. Very, very heartily thank you our Chief Minister Devendra ji, Mukhyamantri, and all of very, very heartily thank you. I am very thankful all. विजनरी शब्द की परिभाषा करना आसान नहीं होता, लेकिन श्री MP अहमद इस गुण की जीती जागती मिसाल है. श्री अहमद ने अपने सफर की शुरुआत 1979 में मसालों के व्यापार से की थी. अनुभव की पूंजी लेकर ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.